മകരസംക്രമം, മകരജ്യോതി, മകരവിളക്ക്. ദക്ഷിണായന കാലവും ഉത്തരായന കാലവും വർഷത്തിൽ 2 കാലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിൻ്റെ പകുതി ദക്ഷിണായന കാലവും ഒരു വർഷത്തിൻ്റെ പകുതി ഉത്തരായന കാലവുമായിട്ട്. ഇവിടെ ദക്ഷിണായന കാലത്ത് നിന്നും ഉത്തരായന കാലത്തിലേക്ക് സൂര്യൻ്റെ ക്രമമായ കാൽവെപ്പിനെ മകരസംക്രമം എന്ന് പറയുന്നു. മറ്റു കാലത്തിനെ അപേക്ഷിച്ച് ഈ ഉത്തരായന കാലത്തെ പുണ്യകാലമെന്ന് പറയപ്പെടുന്നു. കാരണം സൂര്യൻ്റെ കൂടുതൽ ഊർജം ഭൂമിയിലേക്ക് നമുക്ക് കിട്ടുന്ന സമയമാണ് ഉത്തരായന കാലം. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ പ്രാണോർജം നമുക്കും പ്രകൃതിക്കും ജീവജാലങ്ങൾക്കുമൊക്കെ കൂടുതൽ കിട്ടുന്ന കാലമാണ്. അതുകൊണ്ട് ഊർജ്ജസ്വലതയുടെ കാലം തന്നെയാണ് ഉത്തരായന കാലം. പകൽ സമയം കൂടുതൽ കിട്ടുന്നത് കൊണ്ട് കൂടുതൽ സമയം നമുക്ക് പ്രവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഈ മകര സംക്രമത്തോടുകൂടി മകരജ്യോതി എന്നു പറയുന്ന ഒരു നക്ഷത്രം ആകാശത്ത് വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുകയും അതിനെ മകരജ്യോതി എന്ന് നമ്മൾ വിളിക്കുകയും ചെയ്യുന്നു. ഈ മകരജ്യോതി ആകാശത്ത് തെളിയുന്നതിൻ്റെ പ്രതീകമായി അയ്യപ്പ സ്വാമിയുടെ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കുന്നു. ഇത് മകര വിളക്ക് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ മകര സംക്രമവും അതിനോട് അനുബന്ധിച്ചുള്ള മകരജ്യോതിയും അതിനെ പ്രകൃതിയും മനുഷ്യനും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ആ മകരജ്യോതിയെയും ആ സൂര്യൻ്റെ പുതിയ പ്രവർത്തന പദത്തിലേക്ക് കയറുന്ന ആ സമയത്തെയൊക്കെ ഇനി വരാൻ പോകുന്ന പുണ്യകാലത്തിലുള്ള ആഹ്ലാദമെന്നോണം താഴെ ഭൂമിയിൽ പൊന്നമ്പലമേട്ടിൽ വലിയ ദീപം തെളിയിച്ചുകൊണ്ട് ആഹ്ലാദിക്കുന്നു. പുതിയ സമയത്തെ, പുതിയ നവനിർമ്മിതിക്ക് വേണ്ടിയുള്ള ആ പ്രതീക്ഷയെ നമ്മൾ വരവേൽക്കുന്നത്